ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദീപ്തിസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു അടിപൊളി ബീഫ് കറി റെസിപ്പി ആയിട്ടാണ്. ഇത് തികച്ചും നാടൻ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ബീഫ് കറി നല്ല നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് പോയി നോക്കിയാലോ. ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് ചുവട് കട്ടിയുള്ളൊരു പാത്രമോ അല്ലെങ്കിൽ ഇതുപോലെയൊരു വീതിയുള്ള മൺചട്ടിയോ അടുപ്പത്ത് വെക്കുക. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ശേഷം വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നത് വരെ ഇത് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ഫ്ലെയിമൊക്കെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് തീ കൂട്ടി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയും നെടുകെ കീറിയ പച്ചമുളകുമാണ്. ഇതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ കൈക്ക് ഒരു പിടി ചെറിയ ഉള്ളി ചെറുതായിട്ട് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഒരു സവോള, വലിയൊരു സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവോള നെടുകെ അരിഞ്ഞതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒന്നിൽ കൂടുതൽ സവോള എടുത്തിട്ടില്ല, കാരണം സവോള അത്യാവശ്യം വലുതുമായിരുന്നു. പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണ് നമ്മൾ കൂടുതലും ചേർക്കേണ്ടത്, കാരണം നമ്മളിതൊരു നാടൻ ടേസ്റ്റ് വരാനായിട്ടൊരു നാടൻ സ്റ്റൈലിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഒരു വലിയ സവോളയും നമ്മുടെ കൈക്ക് ഒരു പിടി ചെറിയ ഉള്ളിയും ചേർക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. അപ്പം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ, അതുകൂട്ട് തന്നെ ഈ സവാളയൊക്കെ ഒന്ന് വാടി വരുന്നത് വരെ ഇതുകൂട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്കും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എത്ര വേണം എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നീട് നമ്മൾ ഗ്രേവി എല്ലാം തയ്യാറാക്കി ലാസ്റ്റ് ഉപ്പിൻ്റെ അളവനുസരിച്ച് നമുക്ക് ഉപ്പ് കൂട്ടി വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇത് നല്ലപോലെ വഴന്ന് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഇതാ കണ്ടോ, ഇപ്പം ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ വഴന്ന് വരാനായിട്ട് പെട്ടെന്ന് തീ കൂട്ടി വെക്കുകയൊന്നും വേണ്ട. ചെറിയ തീയിൽ തന്നെ നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 4 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക, എന്നാലേ നമ്മുടെ കറി നല്ല ഗ്രേവി ആയിട്ട് വരികയുള്ളൂ. ഇതിനെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ശരിക്കും ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ തന്നെ നമ്മൾ നല്ലതായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ ഒരു മണം മാറിയാലേ നമ്മുടെ കറിക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് വരികയുള്ളൂ. അപ്പോൾ ഇച്ചിരി ടൈം എടുത്താലും കുഴപ്പമില്ല. ഇതിൻ്റെ പച്ചമണം നന്നായി മാറിയിട്ടേ നമ്മൾ അടുത്ത പൊടി ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെയും ചേർക്കുന്നത്. പച്ചമുളക് ആവശ്യത്തിന്, പച്ചമുളക് ഞാൻ ഒരു 5 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുളക് പൊടി ഞാൻ 4 ടീസ്പൂണാണ് ഇട്ടത്. ഈ ടീസ്പൂണും ടേബിൾ സ്പൂണും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ മെഷർമെൻ്റായിട്ടുള്ള സ്പൂൺ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സാധാരണ ചെറിയ സ്പൂണും വലിയ സ്പൂണും കാണുമല്ലോ. ചെറിയ സ്പൂൺ ടീസ്പൂണായിട്ട് എടുക്കുക, വലിയ സ്പൂൺ ടേബിൾ സ്പൂണായിട്ട് എടുക്കുക. അപ്പം ഒന്നെങ്കിൽ ചെറിയ സ്പൂണിന് പകരം 2 വലിയ സ്പൂണാകുമ്പോൾ അത് 2 ടേബിൾ സ്പൂണാകും. ആ അളവാണെങ്കിൽ ഇട്ടാലും മതി. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ മസാല ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇപ്പം ഞാൻ ചേർക്കുന്നത് ബീഫ് മസാലയാണ് ഇനി ചേർക്കാൻ പോകുന്നത്. നമ്മൾ ഗരം മസാല ചേർക്കുന്നുണ്ട്, അത് ലാസ്റ്റിലേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ മുളക് പൊടിയുടെയൊക്കെ മണം കുത്തൽ നല്ലതായിട്ട് മാറുന്നത് വരെ വീണ്ടും നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതെല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൊടി ഇളക്കുന്നതിനെ പറ്റിയിട്ട് വീണ്ടും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് ബീഫ് മസാലയാണ്. ബീഫ് മസാല ഞാനൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നീട് ഗരം മസാല ചേർക്കും, അതുകൊണ്ടാണ് ബീഫ് മസാല 2 ടീസ്പൂൺ മാത്രം ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നത്, ഇറച്ചി ഇടുന്നതിന് മുന്നേ ആയിട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക.
ഞാൻ ഒരു വലിയ തക്കാളിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. തക്കാളി ഇതുപോലെ നീളത്തിൽ കീറി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇപ്പം തൽക്കാലം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ തക്കാളി തന്നെ ഇതിലിരുന്ന് വെന്ത് തക്കാളിയിലെ വെള്ളം ഇറങ്ങുമ്പം അത് കുറച്ച് തിക്കായിട്ട് ഗ്രേവി പോലെ ആയിക്കോളും. എന്നിട്ട് നമുക്ക് ഇറച്ചിയൊക്കെ ഇട്ടിട്ട് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. അപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വരുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി നല്ലപോലെ തവി കൊണ്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി കുറച്ചുകൂടെ നല്ല തിക്കാവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഉപ്പിൻ്റെ അളവ് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം ആദ്യമേ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഇറച്ചിയൊക്കെ ചേർക്കുമ്പോഴത്തേനും ഉപ്പിനി ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബീഫ് വിനാഗിരിയും ഉപ്പും ഒക്കെ ഇട്ട് കഴുകി നല്ലപോലെ കഴുകി തോരാൻ വേണ്ടിയിട്ട് വെള്ളം തോർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മസാലയും ബീഫും ഒക്കെ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നല്ലോ, അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രത്തിൽ വേണം ഉണ്ടാക്കാൻ. എന്നാലേ നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സ്പേസ് കാണും ഇട്ട് ഇളക്കാനായിട്ട്. ഇറച്ചിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഇളക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് നല്ല വീതിയുള്ള വീതിയുള്ള കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ചെറിയ പാത്രത്തിൽ മസാല റെഡിയാക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഇത് നല്ലപോലെ എല്ലാം ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമ്മളിപ്പോൾ ഇതിനകത്ത് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അറിയാലോ, ബീഫിനകത്ത് നല്ലപോലെ വെള്ളമുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ട് ഇതിലെ വെള്ളം തന്നെ ഇറങ്ങി ആ വെള്ളത്തിൽ തന്നെ ഇത് കടന്ന് വെന്തോളും. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കുക. അപ്പോഴത്തേക്ക് ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങും. എന്നിട്ട് നമുക്ക് വന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, ബീഫിൽ നിന്ന് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത് നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിട്ട് തക്കാളിയൊക്കെ കംപ്ലീറ്റ്ലി ഇതിനകത്ത് വെന്ത് ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇറച്ചി വേവാനായിട്ട് നല്ല സമയം വേണം. നമ്മൾ കുക്കറിലൊക്കെ വേവിക്കുമ്പോഴത്തേക്കിനും ഒരു 6-7 വിസിൽ, മാക്സിമം ഒരു 6-7 വിസിൽ അടിച്ചാൽ ബീഫ് വെന്ത് കിട്ടും. പക്ഷേ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ നമ്മൾ വേവിക്കണം. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്ക് തീ ഒരു മീഡിയം സൈസിലേക്ക് ലെവൽ വരെ ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. എന്നിട്ട് വീണ്ടും വന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വന്ന് ഇളക്കാൻ നോക്കി. അപ്പം ഇറച്ചിയിൽ നിന്ന് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് മുകളിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ നെയ്യാണ് കേട്ടോ, തെളിഞ്ഞ് മുകളിൽ വന്നിട്ടുണ്ട്. വെള്ളം കുറച്ചുകൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളം ഇത് പോരാ എന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി വറ്റി വരും. അപ്പം ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. ഞാനിപ്പം ഇത് കുറച്ചുകൂടി തിക്ക് ഗ്രേവി പോലെ ഉണ്ടാക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എനിക്ക് ഇത്രയും വെള്ളം, ഞാൻ ഈ വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ വേവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് ഈ സമയത്ത് വറുത്ത് പൊടിച്ച ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ എന്നുള്ളത് നിങ്ങൾക്ക് ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരുന്നു, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് വീണ്ടും ഈ തീയിൽ തന്നെ അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഏകദേശം ഒരു 40-45 മിനിറ്റെങ്കിലും മാക്സിമം. നല്ല കട്ടിയുള്ള ഇറച്ചിയൊക്കെ ആണെങ്കിൽ, മൂത്ത ഇറച്ചിയൊക്കെ ആണെങ്കിൽ ഒരു 1 മണിക്കൂറെങ്കിലും ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്താലേ അത് വെന്ത് വരുള്ളൂ. ഇതിപ്പം ഏകദേശം ഒരു 40-45 മിനിറ്റ് എടുക്കും ഈ ഇറച്ചി വെന്ത് വരാനായിട്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് നല്ല ഡ്രൈ ഫ്രൈ, നല്ല കറുത്ത ഇരിക്കില്ലേ, നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടി നല്ല ഡ്രൈ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഇതിൻ്റെ വെള്ളം വറ്റിക്കഴിയുമ്പോൾ വേറൊരു പാത്രത്തിൽ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഗ്രേവിയൊക്കെ പറ്റിക്കഴിയുമ്പോഴത്തേക്കിനും ഇറച്ചി അതിനകത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കൂട്ടത്തിൽ കുറച്ച് കുരുമുളകും വെളിച്ചെണ്ണ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ കുറച്ച് സമയം വേണം. അപ്പം നമ്മുടെ ബീഫ് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് കിട്ടും.
ഇതാ കണ്ടോ, ചാറൊക്കെ നല്ലപോലെ വറ്റി ഇതുകൂട്ട് നല്ല കുറുകി, എന്താ പറയുക, നമ്മൾ വരട്ടിയെടുക്കുക എന്ന് പറയുമല്ലോ, ആ ഒരു ലെവൽ വരെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നല്ല ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഏറ്റവും അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും നല്ല പച്ച കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം അങ്ങോട്ട് അടച്ച് വെക്കുക. നമ്മുടെ നാടൻ ബീഫ് കറി, നല്ല അടിപൊളി ടേസ്റ്റാണ്. നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പൊറോട്ട, ചപ്പാത്തി, ചോറ് അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും വാരി കഴിക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻസ് ഇടുക. പിന്നെ എല്ലാവരോടും വീണ്ടും വീണ്ടും പറയുകയാണ്, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നുള്ള ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.